നമസ്കാരം. യൂണിവേഴ്സിറ്റി കോളേജിന്റെ ഹോസ്റ്റലിൽ കയറി ഒന്ന് റെയ്ഡ് നടത്തിയപ്പോൾ കഞ്ചാവ് ഉപയോഗിക്കുന്നവരെ കിട്ടി എന്നാണ് പറയുന്നത്. അതായത് 5 ഗ്രാം, 10 ഗ്രാം, 15 ഗ്രാം കഞ്ചാവ് കയ്യിൽ കരുതിയിട്ടുള്ള ആൾക്കാർ. അതായത് റൂമിൽ നിന്ന് കിട്ടി. അതിന് നാഥൻ ഉണ്ടാവില്ല, അറിയാലോ. റൂമിൽ നിന്ന് പിടിക്കുമ്പോൾ അവിടെയുള്ളവരാരും അത് കണ്ടിട്ടുണ്ടാവില്ല, പറന്നു വന്നതായിരിക്കും. പക്ഷെ സ്വാതന്ത്ര്യം, സോഷ്യലിസം, ജനാധിപത്യം എന്നൊക്കെ പറയുന്ന സംഘടനയ്ക്ക് ഇതിൽ വല്ല പങ്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കഞ്ചാവ് പിടിക്കുന്നിടത്തും കഞ്ചാവ് പിടിക്കുന്ന നേതാക്കന്മാരിലൊന്നും SFIക്കാർ സാധാരണ ഉണ്ടാകലില്ല. ഇതുവരെ ഉണ്ടായിട്ടില്ല, എന്നിട്ട് ഉണ്ടാകുകയില്ല. കഞ്ചാവ് പിടിക്കുന്ന റൂമുകളിലും മറ്റും അതുപോലെ ചില പ്രത്യേക ബ്ലോക്കുകളിൽ നിന്നൊക്കെ പിടിക്കുന്നത് അവിടെ SFI ഒഴികെയുള്ള ആൾക്കാരാണ് ഉണ്ടാകല്. അല്ലാതെ അവരുടെ നേതാക്കളോ അവരുടെ അണികളൊന്നും ആരും ഉണ്ടാവില്ല. ഏതായാലും കോളേജിൽ വരുന്ന പഠിക്കാനാണെന്നും പഠിച്ചു കഴിഞ്ഞാൽ വല്ല സെപ്പറേറ്റ് ടിക്കറ്റും വാങ്ങി തിരിച്ചു പോകണമെന്നും വല്ല ജോലിയോ കാര്യങ്ങളോ കണ്ട് വീട്ടുകാരെയും നാട്ടുകാരെയും പറ്റുന്നുണ്ടെങ്കിൽ കുടുംബക്കാരെയും ഒക്കെ നോക്കി സുഖമായിട്ട് ജീവിക്കണമെന്നൊക്കെയാണ് കരുതുന്നത്. അതിനു വേണ്ടിയാണ് പഠിക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് നന്നായിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വല്ല രാഷ്ട്രബോധവും പൗരബോധവും ഒക്കെ ഉള്ള ജനങ്ങളും കൂടി ആകാം. പക്ഷെ അത്ര ഇങ്ങോട്ട് പോകാറില്ല. അവരുടെ രാഷ്ട്രബോധം എന്ന് പറയുന്നത് കേരള നിയമസഭയുടെ ഉള്ളിൽ നിൽക്കും. പരമാവധി ഒരു കേരളത്തിലൊരു മന്ത്രി അല്ലെങ്കിൽ ഒരു MLA അതുമല്ലെങ്കിൽ ഒരു പ്രാദേശിക നേതാവ് അവിടെ നിന്നുകൊണ്ട് ഇതിലേതൊക്കെ ആയാലും മതി, ഏതായി കഴിഞ്ഞാലും SFIന്റെ ലേബൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കാശൊക്കെ ഉണ്ടാക്കാൻ പറ്റും, മാത്രമല്ല സംരക്ഷണം കിട്ടും. അതങ്ങനെയാണല്ലോ. അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കാശ് വേണം, പണം വേണം. അപ്പോൾ പണം വേണമെന്നുണ്ടെങ്കിൽ പണം ഉണ്ടാക്കാനുള്ള മാർഗം നമ്മൾ ചെയ്തു കൊടുക്കണം. ലൂസിഫർ എന്ന സിനിമയിൽ നിന്ന് ഇങ്ങനെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, എന്താണ്, പണം വരും, പണപ്പാട്ടി ചാണ്ടിയോ അല്ല വേറെ ആരൊക്കെ വരും എന്നൊക്കെ പറയുന്നത് പോലെ പണം കൊണ്ടുവരുന്നത് ഇത്തരത്തിലുള്ള ലഹരി മാഫിയാണ് എന്നാണ് മനസ്സിലാകുന്നത്. പിടിക്കപ്പെടുന്നതെന്ന് പറയുന്നത് ചെറിയ എന്താ പറയുക, പരൽ മീൻ എന്ന് പറയാൻ പറ്റൂല, മാനത്ത് കണ്ണികളെയാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. പരൽമീനുകൾ പോലും പുറത്താണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കുറച്ച് നേതാക്കന്മാരെ പിടിച്ചു, SFI നേതാക്കളെ പിടിച്ചിരുന്നു. പിന്നെ അവരെ തള്ളും അവർ SFI നേതാക്കളല്ല എന്ന് പറയുമെന്ന് അറിയാൻ വയ്യ. ഏതായാലും യൂണിവേഴ്സിറ്റി കോളേജ് ഭരിക്കുന്നത് ആരാണ് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൻ്റെ ഹോസ്റ്റലിൽ നടന്ന റെയ്ഡിൽ ഇപ്പോൾ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. 15 മുറികളിലാണ് ഇതുവരെ റെയ്ഡ്, ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ റെയ്ഡ് നടത്തിയിട്ടുള്ളത്. അവിടെ നിന്ന് 15 ഗ്രാം വരെ മാക്സിമം കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ വരുമ്പോൾ കേസൊന്നുമില്ല. ഒരു 5 കിലോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 1 കിലോ 2 കിലോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പരമാവധി കിട്ടുന്ന ശിക്ഷ എന്ന് പറഞ്ഞത് പെറ്റിയടിച്ചത് 2000-3000 പെറ്റിയടിച്ചിട്ട് തിരിച്ചു പോരണല്ലോ പതിവ്. അപ്പോൾ കഞ്ചാവ് കേസ് യൂണിവേഴ്സിറ്റി കോളേജിൽ SFIയുടെ മണ്ടയിൽ എന്നിങ്ങനെ വെറുതെ പറയാമെന്നേ ഉള്ളൂ. ഫലത്തിൽ ശിക്ഷിക്കപ്പെടാനൊന്നും പോകുന്നില്ല. പക്ഷെ കഞ്ചാവ് വിതരണം നിലയ്ക്കണമെന്നുണ്ടെങ്കിൽ 1 ഗ്രാം കഞ്ചാവായാലും 9 ഗ്രാം കഞ്ചാവായാലും പിന്നീട് തുടർന്നുകൊണ്ട് പഠിക്കാൻ പറ്റില്ല. പഠിപ്പങ്ങോട്ട് ഒഴിവാക്കി അവൻ്റെ പഠനമൊക്കെ ഒഴിവാക്കിയിട്ട് നേരെ പിടിച്ച് ഒരു 3, 4, 5 കൊല്ലത്തേക്ക് ഒഴിവാക്കുന്ന ഒരു സിസ്റ്റം വരണം. ഇത്തരത്തിൽ മയക്കുമരുന്നുകൾ കയ്യിൽ നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ ആ ഒരു സിസ്റ്റം വരണം. ഇവിടെ കൊല്ലുന്നവരെ, കൊലയാളികളെ പോലും പോലീസ് സംരക്ഷണത്തിൽ പരീക്ഷ എഴുതിക്കുന്ന നാടാണ് നമ്മുടെ ആളാണെന്നുണ്ടെങ്കിൽ. നമ്മുടെ ആളല്ല എന്നുണ്ടെങ്കിൽ കോപ്പി അടി കിട്ടിക്കഴിഞ്ഞാൽ ഒരു 3 കൊല്ലത്തേക്ക് പുറത്തു നിർത്തും. അതാണ്. അപ്പോൾ അത്രയും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഈ നാട്ടിൽ ഒരു യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ അല്ലെങ്കിൽ അവരുടെ പാളയത്തുള്ള യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ ഒരു എക്സൈസ് വിഭാഗം റെയ്ഡ് നടത്തിയിട്ട് 2, 3, 4, 5, 10, 15 ഗ്രാം കഞ്ചാവ് കിട്ടിയാലെന്ത്, കിട്ടിയില്ലെങ്കിൽ എന്ത്, കാര്യമൊന്നുമില്ല. മാധ്യമങ്ങൾക്ക് കുറച്ച് വാർത്ത ആകുന്നേ ഉള്ളൂ. SFI ഇതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. Different angles. Don't forget to subscribe and support this channel.